സക്സസ് ഫയലിലേക്ക് സ്വാഗതം. 100 ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റ് ആണ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. പരീക്ഷകളിൽ ആവർത്തിച്ച് ചോദിച്ച് കാണുന്ന എന്നാൽ ഏറ്റവും സിമ്പിളായി തോന്നുന്നതും തെറ്റിപ്പോവാൻ ചാൻസ് ഉള്ളതുമായ 100 ചോദ്യങ്ങളാണ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. കട്ട് ഓഫ് വെച്ചിരിക്കുന്നത് 90 മാർക്കാണ്. അപ്പോൾ മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് സ്വയം ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഉദ്യാനവിരുന്ന് രചിച്ചത് ആര്? ഉദ്യാനവിരുന്ന് രചിച്ചത് ആര്? പണ്ഡിറ്റ് കറുപ്പനാണ്. ഉദ്യാനവിരുന്ന് എന്ന കൃതി ആരുടേതാണ്? പണ്ഡിറ്റ് കറുപ്പൻ്റെതാണ് ഉദ്യാനവിരുന്ന് എന്ന കൃതി. ഏത് വിറ്റാമിൻ്റെ രാസനാമമാണ് കാൽസിഫെറോൾ? കാൽസിഫെറോൾ എന്നത് ഏത് വിറ്റാമിൻ്റെ രാസനാമമാണ്? വിറ്റാമിൻ ഡി ആണ്. വിറ്റാമിൻ ഡിയുടെ രാസനാമമാണ് കാൽസിഫെറോൾ. ഇന്ത്യയിൽ സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യ നദി ഏതാണ്? ഇന്ത്യയിൽ സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യ നദി ഷിയോനാഥ് നദിയാണ്. മഹാനദിയുടെ പോഷക നദിയായ ഷിയോനാഥ് നദിയാണ് ഇന്ത്യയിൽ സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യ നദി. അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന പ്രധാന നദി ഏത്? അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന പ്രധാന നദി ശിരുവാണി. ഓപ്ഷൻ ബി ശിരുവാണി. അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന പ്രധാന നദി ശിരുവാണി. ഡോക്ടർ ബി.ആർ. അംബേദ്കർ യൂണിറ്റി ഓഫ് ട്രിനിറ്റി എന്ന് വിശേഷിപ്പിച്ചത് എന്തിനെയൊക്കെയാണ്? ഡോക്ടർ ബി.ആർ. അംബേദ്കർ യൂണിറ്റി ഓഫ് ട്രിനിറ്റി എന്ന് വിശേഷിപ്പിച്ചത് എന്തിനെയൊക്കെയാണ്? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവയാണ് ഡോക്ടർ ബി.ആർ. അംബേദ്കർ യൂണിറ്റി ഓഫ് ട്രിനിറ്റി എന്ന് വിശേഷിപ്പിച്ചത്. സ്വതന്ത്രമായി ചിന്തിക്കുക, ധീരമായി ചോദ്യം ചെയ്യുക എന്ന് ആഹ്വാനം ചെയ്തത് ആര്? സ്വതന്ത്രമായി ചിന്തിക്കുക, ധീരമായി ചോദ്യം ചെയ്യുക എന്ന് ആഹ്വാനം ചെയ്തത് സഹോദരൻ അയ്യപ്പനാണ്. സഹോദരൻ അയ്യപ്പൻ. പശ്ചിമഘട്ടത്തെ ലോക പൈതൃക കേന്ദ്രമായി യുനെസ്കോ തെരഞ്ഞെടുത്ത വർഷം? പശ്ചിമഘട്ടത്തെ ലോക പൈതൃക കേന്ദ്രമായിട്ട് യുനെസ്കോ തെരഞ്ഞെടുത്ത വർഷം ഏത്? 2012 ആണ്. 2012. കസ്തൂരി രംഗൻ റിപ്പോർട്ടിലെ ഭേദഗതികൾ പരിശോധിക്കാൻ കേരള സർക്കാർ നിയോഗിച്ച കമ്മിറ്റി? കസ്തൂരി രംഗൻ റിപ്പോർട്ടിലെ ഭേദഗതികൾ പരിശോധിക്കാൻ കേരള സർക്കാർ നിയോഗിച്ച കമ്മിറ്റി ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റിയാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റിയാണ് കസ്തൂരി രംഗൻ റിപ്പോർട്ടിലെ ഭേദഗതികൾ പരിശോധിക്കാൻ കേരള സർക്കാർ നിയോഗിച്ച കമ്മിറ്റി. പ്രകൃതിയിലെ ഏറ്റവും ദുർബലമായ ബലം ഏതാണ്? പ്രകൃതിയിലെ ഏറ്റവും ദുർബലമായ ബലം ഏതാണ്? ഭൂഗുരുത്വ ബലമാണ്. ഭൂഗുരുത്വ ബലമാണ് പ്രകൃതിയിലെ ഏറ്റവും ദുർബലമായ ബലം. ഇന്ത്യൻ സെക്യൂരിറ്റി പ്രസ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഇന്ത്യൻ സെക്യൂരിറ്റി പ്രസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നാസിക്. ഇന്ത്യൻ സെക്യൂരിറ്റി പ്രസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നാസിക്. കൊഴുപ്പ് നികുതി ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത്? കൊഴുപ്പ് നികുതി ഏർപ്പെടുത്തിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. കൊഴുപ്പ് നികുതി ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത്? കേരളം. സത്യശോധക് സമാജ് സ്ഥാപിച്ചത് ആര്? സത്യശോധക് സമാജ് സ്ഥാപിച്ചത് ആര്? ജ്യോതിറാവു ഫുലെയാണ്. ജ്യോതിറാവു ഫുലെയാണ് സത്യശോധക് സമാജ് സ്ഥാപിച്ചത്. വിധവകളുടെയും സ്ത്രീകളുടെയും വിദ്യാഭ്യാസത്തിനായി രമാബായി സ്ഥാപിച്ച സ്ഥാപനങ്ങൾ? സ്ത്രീകളുടെയും വിധവകളുടെയും വിദ്യാഭ്യാസത്തിനായിട്ട് രമാബായി സ്ഥാപിച്ച സ്ഥാപനങ്ങൾ ഏതൊക്കെ? ആര്യ മഹിളാ സമാജ്, ശാരദാ സദൻ. ആര്യ മഹിളാ സമാജ്, ശാരദാ സദൻ എന്നിവയാണ് വിധവകളുടെയും സ്ത്രീകളുടെയും വിദ്യാഭ്യാസത്തിനായിട്ട് രമാബായി സ്ഥാപിച്ച സ്ഥാപനങ്ങൾ. പണ്ഡിത രമാബായി സ്ഥാപിച്ച സ്ഥാപനങ്ങൾ. സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം നൽകാൻ രമാബായി ആരംഭിച്ച പദ്ധതി ഏത്? സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം നൽകാൻ രമാബായി ആരംഭിച്ച പദ്ധതി ഏതാണ്? മുക്തി മിഷനാണ്. മുക്തി മിഷൻ.
തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിച്ചത് ആരെല്ലാം? തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിച്ചത് മാഡം ബ്ലാവറ്റ്സ്കി, കേണൽ ഓൾക്കോട്ട് എന്നിവരാണ് തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിച്ചത്. മാഡം ബ്ലാവറ്റ്സ്കി, കേണൽ ഓൾക്കോട്ട് എന്നിവരാണ് തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടന്നത് എവിടെയാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ സമ്മേളനം നടന്നത് എവിടെയാണ്? ബോംബെയിലാണ്. 1885 ബോംബെയിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടന്നത്. INC ആദ്യ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആര്? INCയുടെ ആദ്യത്തെ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? WC ബാനർജി. WC ബാനർജി. യുഗാന്തർ പാർട്ടിയുടെ സ്ഥാപക നേതാക്കൾ ആരെല്ലാം? യുഗാന്തർ പാർട്ടിയുടെ സ്ഥാപക നേതാക്കൾ രാഷ് ബിഹാരി ബോസ്, ഖുദിറാം ബോസ് എന്നിവരായിരുന്നു യുഗാന്തർ പാർട്ടിയുടെ സ്ഥാപക നേതാക്കൾ. രാഷ് ബിഹാരി ബോസ്, ഖുദിറാം ബോസ്. ഗദ്ദർ പാർട്ടി സ്ഥാപിച്ചത് എവിടെ? ഗദ്ദർ പാർട്ടി സ്ഥാപിച്ചത് എവിടെ? അമേരിക്കയിലാണ്. ഗദ്ദർ പാർട്ടി സ്ഥാപിച്ചത് അമേരിക്കയിലാണ്. ഈ ക്ലാസ്സിൽ നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം, അമേരിക്കയിൽ ഗദ്ദർ പാർട്ടി സ്ഥാപിച്ചത് ആര് എന്ന് കമന്റ് ചെയ്യുക. ഗദ്ദർ പാർട്ടി സ്ഥാപിച്ചത് ആര് എന്ന് കമന്റ് ചെയ്യുക. സമത്വ സമാജം സ്ഥാപിച്ചത് ആരാണ്? സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. സമത്വ സമാജം സ്ഥാപിച്ചത് ആരാണ്? വൈകുണ്ഠസ്വാമികൾ. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ആര്? സാധുജന പരിപാലന സംഘം അയ്യങ്കാളിയാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം, അയ്യങ്കാളി. തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ചത് ആര്? തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ചത് ആര്? വക്കം അബ്ദുൾ ഖാദർ മൗലവിയാണ്. വക്കം അബ്ദുൾ ഖാദർ മൗലവി. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആര്? ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദൻ. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആരാണ്? വാഗ്ഭടാനന്ദൻ. സഹോദര പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്? സഹോദര പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് സഹോദരൻ അയ്യപ്പനാണ്. സഹോദര പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? സഹോദരൻ അയ്യപ്പൻ. അരയ സമാജം സ്ഥാപിച്ചത് ആര്? അരയ സമാജം സ്ഥാപിച്ചത് പണ്ഡിറ്റ് KP കറുപ്പൻ. അരയ സമാജം സ്ഥാപിച്ചത് ആരാണ്? പണ്ഡിറ്റ് KP കറുപ്പൻ. നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിച്ചത് ആര്? നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിച്ചത് മന്നത്ത് പത്മനാഭനാണ്. മന്നത്ത് പത്മനാഭൻ. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷര നഗരം ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷര നഗരം കോട്ടയമാണ്. കോട്ടയം. അധ്യാപകരുടെ മികച്ച രചനയ്ക്ക് വിദ്യാഭ്യാസ വകുപ്പ് നൽകുന്ന അവാർഡ്. അധ്യാപകരുടെ മികച്ച രചനയ്ക്ക് വിദ്യാഭ്യാസ വകുപ്പ് നൽകുന്ന അവാർഡ് ഏത്? ജോസഫ് മുണ്ടശ്ശേരി അവാർഡാണ്. ജോസഫ് മുണ്ടശ്ശേരി അവാർഡ്. തേക്കടി വന്യജീവി സങ്കേതത്തിന്റെ പഴയ പേര്? തേക്കടി വന്യജീവി സങ്കേതത്തിന്റെ പഴയ പേരാണ് നെല്ലിക്കാമ്പെട്ടി. നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ച്വറി എന്നറിയപ്പെട്ടിരുന്നത് തേക്കടി വന്യജീവി സങ്കേതമാണ്. ഉരുളക്കിഴങ്ങ് പച്ച നിറമാകുമ്പോൾ അതിലുണ്ടാകുന്ന വിഷാംശമുള്ള പദാർത്ഥം. ഉരുളക്കിഴങ്ങ് പച്ച നിറമാകുമ്പോൾ അതിലുണ്ടാകുന്ന വിഷാംശമുള്ള പദാർത്ഥമാണ് സൊളാനിൻ. ഓപ്ഷൻ ബി ആണ് ഉത്തരം, സൊളാനിൻ. മരുഭൂമിയിൽ മരീചിക ഉണ്ടാകാൻ കാരണമായ പ്രതിഭാസം. മരുഭൂമിയിൽ മരീചിക ഉണ്ടാകാൻ കാരണമായ പ്രതിഭാസമാണ് അപവർത്തനം. ഓപ്ഷൻ ബി അപവർത്തനം. വസ്തുക്കളുടെ ഉപരിതലത്തിൽ തട്ടി പ്രകാശം തിരിച്ചു വരുന്ന പ്രതിഭാസം. വസ്തുക്കളുടെ ഉപരിതലത്തിൽ തട്ടി പ്രകാശം തിരിച്ചു വരുന്ന പ്രതിഭാസമാണ് പ്രതിഫലനം. ഓപ്ഷൻ സി പ്രതിഫലനം. ഇന്ത്യൻ റെയിൽവേയുടെ ദേശസാൽക്കരണം നടന്ന വർഷം. ഇന്ത്യൻ റെയിൽവേയുടെ ദേശസാൽക്കരണം നടന്ന വർഷം 1951. ഇന്ത്യൻ റെയിൽവേയുടെ ദേശസാൽക്കരണം നടന്ന വർഷം 1951.
ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം ഏത്? ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം ശ്രീലങ്കയാണ്. ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം ഏത്? ശ്രീലങ്ക. ഖാദർ, ബങ്കർ എന്നിവ ഏത് മണ്ണിന്റെ രണ്ട് വകഭേദങ്ങളാണ്? ഖാദർ, ബങ്കർ എന്നിവ ഏത് മണ്ണിന്റെ രണ്ട് വകഭേദങ്ങളാണ്? എക്കൽ മണ്ണാണ്. എക്കൽ മണ്ണിന്റെ രണ്ട് വകഭേദങ്ങളാണ് ഖാദർ, ബങ്കർ എന്നിവ. പുതിയ എക്കൽ മണ്ണാണ് ഖാദർ. ബങ്കർ എന്നറിയപ്പെടുന്നത് പഴയ എക്കൽ മണ്ണ്. പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പാക്കിയത് ആര്? പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പാക്കിയത് ആര്? ലിട്ടൺ പ്രഭുവാണ്. ലിട്ടൺ പ്രഭു. നടപ്പാക്കിയത് ലിട്ടൺ പ്രഭു. പ്രച്ഛന്ന ബുദ്ധൻ എന്ന് വിളിക്കപ്പെടുന്നത് ആര്? പ്രച്ഛന്ന ബുദ്ധൻ. ശങ്കരാചാര്യർ. പ്രച്ഛന്ന ബുദ്ധൻ എന്ന് വിളിക്കപ്പെടുന്നത് ആര്? ശങ്കരാചാര്യർ. സൂയിസൈഡ് ബാഗുകൾ എന്നറിയപ്പെടുന്ന കോശാംഗം. സൂയിസൈഡ് ബാഗുകൾ എന്നറിയപ്പെടുന്ന കോശാംഗം ലൈസോസോം. ഓപ്ഷൻ ബി, ലൈസോസോം. ഒരു സർക്യൂട്ടിലെ വൈദ്യുത പ്രവാഹം അളക്കുന്ന ഉപകരണം. ഒരു സർക്യൂട്ടിലെ വൈദ്യുത പ്രവാഹം അളക്കുന്ന ഉപകരണമാണ് അമീറ്റർ. ഓപ്ഷൻ ബി, അമീറ്റർ. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേശകനായിരുന്നത്. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേശകൻ ആരായിരുന്നു? മദൻ മോഹൻ മാളവ്യ. മദൻ മോഹൻ മാളവ്യ. ധാന്യവിളകളുടെ രാജാവ് എന്നറിയപ്പെടുന്നത്. ധാന്യവിളകളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് നെല്ല്. അദീർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത്. അദീർത്തി ഗാന്ധി. ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്ത്. കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്ത് ഇടമലക്കുടി. കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്ത് ഏത്? ഇടമലക്കുടി. ഒരു കണ്ണിന് മാത്രം കാഴ്ച കുറയുന്ന രോഗം. ഒരു കണ്ണിന് മാത്രം കാഴ്ച കുറയുന്ന രോഗമാണ് ആംബ്ലിയോപ്പിയ. ആംബ്ലിയോപ്പിയ എന്താണ്? ഒരു കണ്ണിന് മാത്രം കാഴ്ച കുറയുന്ന രോഗമാണ് ആംബ്ലിയോപ്പിയ. മാംസ്യത്തിന്റെ അടിസ്ഥാന ഘടകങ്ങൾ. മാംസ്യത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളാണ് അമിനോ അമ്ലങ്ങൾ. മാംസ്യത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളാണ് അമിനോ അമ്ലങ്ങൾ. ലോക്പാൽ എന്ന വാക്കിന്റെ അർത്ഥം. ലോക്പാൽ ജനസംരക്ഷകൻ. ലോക്പാൽ എന്ന വാക്കിന്റെ അർത്ഥം ജനസംരക്ഷകൻ. ലോക വന്യജീവി ദിനം. ലോക വന്യജീവി ദിനമായിട്ട് ആചരിക്കുന്നത് മാർച്ച് 3. ലോക വന്യജീവി ദിനം മാർച്ച് 3. കേരളത്തിലെ ആദ്യത്തെ ടൂറിസം വില്ലേജ്. കേരളത്തിലെ ആദ്യത്തെ ടൂറിസം വില്ലേജ് കുമ്പളങ്ങി. കേരളത്തിലെ ആദ്യത്തെ ടൂറിസം വില്ലേജ് കുമ്പളങ്ങി. ഒരു ലോഹത്തിന്റെ രാസസ്വഭാവം നിർണ്ണയിക്കുന്നത്. ഒരു ലോഹത്തിന്റെ രാസസ്വഭാവം നിർണ്ണയിക്കുന്നത് ഇലക്ട്രോണുകളാണ്. ഒരു ലോഹത്തിന്റെ രാസസ്വഭാവം നിർണ്ണയിക്കുന്നത് ഇലക്ട്രോണുകൾ. ലാവാ പ്രവാഹത്തിന്റെ ഫലമായി രൂപം കൊള്ളുന്ന മണ്ണ്. ലാവാ പ്രവാഹത്തിന്റെ ഫലമായിട്ട് രൂപം കൊള്ളുന്ന മണ്ണേത്? കറുത്ത മണ്ണ്. കറുത്ത മണ്ണ്. കേരളത്തിലെ ആദ്യത്തെ കയർ ഗ്രാമം എന്നറിയപ്പെടുന്നത്. കേരളത്തിലെ ആദ്യത്തെ കയർ ഗ്രാമം വയലാർ. കേരളത്തിലെ ആദ്യത്തെ കയർ ഗ്രാമം എന്നറിയപ്പെടുന്നത് വയലാർ. DNA പൂർണ്ണ രൂപം എന്ത്? DNA പൂർണ്ണ രൂപം ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. DNA പൂർണ്ണ രൂപം ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. മുണ്ടേരിക്കടവ് പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? മുണ്ടേരിക്കടവ് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല കണ്ണൂരാണ്. കണ്ണൂർ. മനുഷ്യ ശരീരത്തിൽ ആഹാരത്തിന്റെ ദഹനം പൂർത്തിയാകുന്നതും ആഗിരണം ആരംഭിക്കുന്നതും എവിടെ വെച്ചാണ്? മനുഷ്യ ശരീരത്തിൽ ആഹാരത്തിന്റെ ദഹനം പൂർത്തിയാകുന്നതും ആഗിരണം ആരംഭിക്കുന്നതും ചെറുകുടലിൽ വെച്ചാണ്. ചെറുകുടൽ. ജനഗണമന ആദ്യമായി ആലപിച്ച 1911 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. ജനഗണമന ആദ്യമായിട്ട് ആലപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? 1911 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനമാണ്. 1911 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? BN ദർ. BN ദർ.
കേരള സർക്കാർ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ച വർഷം. കേരള സർക്കാർ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ചത് 2010 2010. ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് എന്ന്. ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായിട്ട് അംഗീകരിച്ചത് 1950 ജനുവരി 24. 1950 ജനുവരി 24. ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം. ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം ആനമല. മൺസൂൺ കാലത്ത് മാത്രം ഒഴുകുന്ന ഇന്ത്യയിലെ നദി. മൺസൂൺ കാലത്ത് മാത്രം ഒഴുകുന്ന ഇന്ത്യയിലെ നദി ഗഗ്ഗർ. സംസ്ഥാന ഗവർണറെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം. സംസ്ഥാന ഗവർണറെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം അനുച്ഛേദം 153. അനുച്ഛേദം 153. പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ അടിസ്ഥാന ഘടകം. പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ അടിസ്ഥാന ഘടകം ഗ്രാമസഭ. മന്നത്ത് പത്മനാഭനെ കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത് ആര്? മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭനാണ്. അദ്ദേഹത്തെ അങ്ങനെ വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കർ. ഓപ്ഷൻ ബി സർദാർ KM പണിക്കർ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല. ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് പാലക്കാട്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ബോസ്റ്റൺ ടീ പാർട്ടി നടന്ന വർഷം. ബോസ്റ്റൺ ടീ പാർട്ടി നടന്ന വർഷം 1773. ബോസ്റ്റൺ ടീ പാർട്ടി 1773. ടോക്കോഫെറോൾ എന്നറിയപ്പെടുന്ന ജീവകം. ടോക്കോഫെറോൾ. ജീവകം ഇ. ടോക്കോഫെറോൾ ജീവകം ഇ. അന്താരാഷ്ട്ര റെഡ് ക്രോസ് ദിനം എന്നാണ് ആചരിക്കുന്നത്? അന്താരാഷ്ട്ര റെഡ് ക്രോസ് ദിനം മെയ് 8. മെയ് 8 അന്താരാഷ്ട്ര റെഡ് ക്രോസ് ദിനം. കേരളത്തിൽ ചീന കളിമണ്ണ് സുലഭമായി കാണപ്പെടുന്ന സ്ഥലം. ചീന കളിമണ്ണ് സുലഭമായിട്ട് കാണപ്പെടുന്നത് കുണ്ടറയിലാണ്. കുണ്ടറ. ബുള്ളി എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബുള്ളി ഹോക്കിയാണ്. ഹോക്കി. എൻ്റെ ഗുരുനാഥൻ എന്ന കവിതയിൽ വള്ളത്തോൾ ആരെക്കുറിച്ചാണ് വർണ്ണിക്കുന്നത്? എൻ്റെ ഗുരുനാഥൻ എന്ന കവിതയിൽ വള്ളത്തോൾ ആരെക്കുറിച്ചാണ് വർണ്ണിക്കുന്നത്? ഗാന്ധിജിയെ കുറിച്ചാണ്. ഗാന്ധിജി. ദേശീയ ബാലാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ ആര്? ദേശീയ ബാലാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ശാന്ത സിൻഹ. ശാന്ത സിൻഹ. കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്. കോഴിക്കോട്. ഐക്യ കേരളത്തിലെ ആദ്യത്തെ വനിതാ മന്ത്രി ആരായിരുന്നു? ഐക്യ കേരളത്തിലെ ആദ്യത്തെ വനിതാ മന്ത്രി KR ഗൗരിയമ്മ. ഓപ്ഷൻ ബി KR ഗൗരിയമ്മ. ഇന്ത്യയിലെ ഏത് തുറമുഖത്തെയാണ് ശ്യാമ പ്രസാദ് മുഖർജി തുറമുഖം എന്ന് പുനർനാമകരണം ചെയ്തത്? ഇന്ത്യയിലെ ഏത് തുറമുഖത്തെയാണ് ശ്യാമ പ്രസാദ് മുഖർജി തുറമുഖം എന്ന് പുനർനാമകരണം ചെയ്തത്? കൊൽക്കത്ത തുറമുഖത്തെയാണ്. ഓപ്ഷൻ ബി കൊൽക്കത്ത തുറമുഖം. ചന്ദ്രനിൽ നിന്നും പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം എത്ര? ചന്ദ്രനിൽ നിന്നും പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം 1.3 സെക്കൻഡ് ആണ്. 1.3 സെക്കൻഡ്. മഞ്ഞുതീനി എന്നർത്ഥം വരുന്ന പ്രാദേശികവാദം ഏത്? മഞ്ഞുതീനി എന്നർത്ഥം വരുന്ന പ്രാദേശികവാദം ചിനൂക്ക്. ബലത്തിന്റെ യൂണിറ്റ്. ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ. ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ. മനുഷ്യ ശരീരത്തിലെ വാരിയെല്ലിലെ അസ്ഥികളുടെ എണ്ണം. മനുഷ്യ ശരീരത്തിലെ വാരിയെല്ലിലെ അസ്ഥികളുടെ എണ്ണം 24. 24. ത്വക്ക് മനുഷ്യ ശരീരത്തിന്റെ ആകെ ഭാരത്തിന്റെ എത്ര ശതമാനമാണ്?
ത്വക്ക് മനുഷ്യ ശരീരത്തിൻ്റെ ആകെ ഭാരത്തിൻ്റെ എത്ര ശതമാനമാണ്? 16%. 16%. മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? മയ്യഴി ഗാന്ധി IK കുമാരൻ. മയ്യഴി ഗാന്ധി IK കുമാരൻ. അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി എന്ന ഗാനം രചിച്ചത് ആര്? അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി എന്ന ഗാനം രചിച്ചത് പന്തളം KP രാമൻ പിള്ളയാണ്. പന്തളം KP രാമൻ പിള്ള. ദൈവമേ കൈതൊഴാം കേൾക്കുമാറാക്കണമെന്ന് പ്രശസ്തമായ ഗാനം രചിച്ചത്? ദൈവമേ കൈതൊഴാം കേൾക്കുമാറാക്കണം എന്ന ഗാനം രചിച്ചത് പന്തളം കേരളവർമ്മയാണ്. പന്തളം കേരളവർമ്മ. ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്ത ആദ്യ നാട്ടുരാജ്യം? ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്ത ആദ്യത്തെ നാട്ടുരാജ്യമാണ് സത്താറ. ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യയോട് അവസാനം കൂട്ടിച്ചേർത്തത് അവധാണ്. ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യയോട് അവസാനം കൂട്ടിച്ചേർത്ത രാജ്യം അവധ്. കേരളത്തിലെ മഗ്ന കാട്ട എന്നറിയപ്പെടുന്നത്? കേരളത്തിലെ മഗ്ന കാട്ട ക്ഷേത്രപ്രവേശന വിളംബരം. കേരളത്തിലെ മഗ്ന കാട്ട ക്ഷേത്രപ്രവേശന വിളംബരം. തിരുവിതാംകൂറിന്റെ മഗ്ന കാട്ട? തിരുവിതാംകൂറിന്റെ മഗ്ന കാട്ട പണ്ടാരപ്പാട്ട് വിളംബരം. പണ്ടാരപ്പാട്ട് വിളംബരം. ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ മഗ്ന കാട്ട എന്നറിയപ്പെടുന്നത്? ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ മഗ്ന കാട്ട വുഡ്സ് ഡെസ്പാച്ച്. വുഡ്സ് ഡെസ്പാച്ച്. ഭരണഘടനയുടെ ഏത് ഭാഗത്തെയാണ് ഇന്ത്യയുടെ മഗ്ന കാട്ട എന്ന് വിളിക്കുന്നത്? ഭരണഘടനയുടെ ഏത് ഭാഗത്തെയാണ് ഇന്ത്യയുടെ മഗ്ന കാട്ട എന്ന് വിളിക്കുന്നത്? ഭാഗം 3 മൗലികാവകാശങ്ങളെയാണ്. ഭാഗം 3 മൗലികാവകാശങ്ങൾ. ഇന്ത്യൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഇന്ത്യൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് റിപ്പൺ പ്രഭുവാണ്. റിപ്പൺ പ്രഭു. ഇന്ത്യയിൽ പഞ്ചായത്ത് രാജിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യയിൽ പഞ്ചായത്ത് രാജിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ബൽവന്ത് റായ് മേത്തയാണ്. ബൽവന്ത് റായ് മേത്ത. ആകാശവാണിയുടെ ആപ്തവാക്യം. ആകാശവാണിയുടെ ആപ്തവാക്യം ബഹുജന ഹിതായ ബഹുജന സുഖായ. ബഹുജന ഹിതായ ബഹുജന സുഖായ. ആകാശവാണിയുടെ ആപ്തവാക്യം. കാറ്റുവീഴ്ച എന്ന രോഗം ഏത് വിളയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? കാറ്റുവീഴ്ച ബാധിക്കുന്നത് തെങ്ങിനെയാണ്. തെങ്ങ്. ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച മണ്ഡലം? ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ചത് നോർത്ത് പറവൂരാണ്. നോർത്ത് പറവൂർ. ഇന്ത്യയിൽ ആദ്യത്തെ റബ്ബർ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഇന്ത്യയിൽ ആദ്യത്തെ റബ്ബർ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഐരാപുരം. ഇന്ത്യയിൽ ആദ്യത്തെ റബ്ബർ പാർക്ക് ഐരാപുരം. പെരിങ്ങൽകൂത്ത് ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? പെരിങ്ങൽകൂത്ത് ജലവൈദ്യുത പദ്ധതി ചാലക്കുടി പുഴയിലാണ്. പെരിങ്ങൽകൂത്ത് ജലവൈദ്യുത പദ്ധതി ചാലക്കുടി പുഴ. ആരുടെ ജന്മദിനമാണ് കേരളത്തിൽ തത്വജ്ഞാനി ദിനമായിട്ട് ആചരിക്കുന്നത്? കേരളത്തിൽ തത്വജ്ഞാനി ദിനമായിട്ട് ആചരിക്കുന്നത് ശ്രീ ശങ്കരാചാര്യരുടെ ജന്മദിനമാണ്. ശ്രീ ശങ്കരാചാര്യ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വ്യവസായ യൂണിറ്റുകളുള്ള ജില്ല എറണാകുളം ജില്ലയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വ്യവസായ യൂണിറ്റുകളുള്ള ജില്ല ഏതാണ്? എറണാകുളം. സസ്യങ്ങളിൽ കാണപ്പെടുന്ന വാതക രൂപത്തിലുള്ള ഹോർമോൺ. സസ്യങ്ങളിൽ കാണപ്പെടുന്ന വാതക രൂപത്തിലുള്ള ഹോർമോൺ എത്തിലിൻ. ഓപ്ഷൻ ബി എത്തിലിൻ. ഇലക്ട്രോകാർഡിയോഗ്രാഫ് ഏത് അവയവത്തിന്റെ പ്രവർത്തനമാണ് നിരീക്ഷിക്കുന്നത്? ഇലക്ട്രോകാർഡിയോഗ്രാഫ് ഹൃദയമാണ്. ഹൃദയം. ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗം പാർലമെന്റ്. അവസാനത്തെ ചോദ്യം, നിയമത്തിന്റെ കരട് രൂപം അറിയപ്പെടുന്നത്? നിയമത്തിന്റെ കരട് രൂപം അറിയപ്പെടുന്നത് ബിൽ. ബിൽ. ഈ ഒരു എക്സാമിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം.
താങ്ക് യു.